ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് നോക്കുന്നത് 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി 5 സെറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇത് ലാസ്റ്റ് സെറ്റാണ്. 6ാമത്തെ എക്സാമായിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. 2022 എക്സാമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം. Right answer is option A, പഞ്ചാബ്. മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 1ഉം 3ഉം ശരിയായ പ്രസ്താവനകളാണ്. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ക്രിക്കറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, മണിപ്പൂർ. ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്രപര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 2019 ജൂലൈ 22. 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, KV റാബിയ. കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, പട്ടം താണുപിള്ള. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ജോസഫ് മുണ്ടശ്ശേരി. കേരള പാണിനി എന്നറിയപ്പെടുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, AR രാജരാജവർമ്മ. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, മരക്കാർ അറബിക്കടലിന്റെ സിംഹം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെ. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ദ്രാസ്. ഇന്ത്യയിലെ ശീതമരുഭൂമി ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ലഡാക്ക്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, നേപ്പാൾ. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, അലഹബാദ് ടു ഹാൽഡിയ. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, കർണാടക. ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ലിഗ്നൈറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ജാരിയ. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഡിഗ്ബോയ്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, റോഹ ടു മംഗലാപുരം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടത്, ന്യായവാദാർഹമായത്, സ്വത്തവകാശത്തെ ഒഴിവാക്കി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 1, 3, 4 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്.
ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ന്യായവാദാർഹമായത് സ്വത്തവകാശത്തെ ഒഴിവാക്കി. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏത്? ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 3ഉം 4ഉം. 3ഉം 4ഉം പ്രസ്താവനകളാണ് മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ. ഇവ നിർദ്ദേശക തത്വങ്ങൾക്കകത്താണ് വരുന്നത്. ഓക്കെ. ശരിയായ പ്രസ്താവന ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേമാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേമാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. 76ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടനയിലൂടെ വകുപ്പ് 21A-യിൽ ഉൾപ്പെടുത്തി 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. 1 മാത്രം. 76ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയെന്ന് പറയുന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. 1, 2, 4 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. തിരശ്ചീനമായി മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുന്നത്. ദേശീയഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏവ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. 1, 3 പ്രസ്താവനകൾ തെറ്റാണ്. 1, 3, 4 പ്രസ്താവനകൾ ദേശീയഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളാണ്. ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധറാണിയാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. സുഷമ സിംഗ്, ദീപക് സന്ധു. ശരിയായ ജോഡി ഏത്? ശരിയായ ജോഡി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. എല്ലാം ശരിയാണ്. MKSS വിവരാവകാശത്തിനു വേണ്ടിയുള്ള പ്രസ്ഥാനം, സ്വത്തവകാശം, നിയമപരമായ അവകാശം, ബഹുമതികൾ റദ്ദാക്കൽ, മൗലിക അവകാശം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A, മൗലിക കടമകൾ. ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. 26 ജനുവരി 1950. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഗോപാലകൃഷ്ണ ഗോഖലെ.
സാരേ ജഹാം സെ അച്ച രചിച്ചത് ആര്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി മുഹമ്മദ് ഇക്ബാൽ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ബന്ധമില്ലാത്ത ശരിയായ ജോഡി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 1, 4. 1, 4 പ്രസ്താവനകൾ. ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡികളാണ് ഇവ രണ്ടും. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ നിസ്സഹരണ പ്രസ്ഥാനം. 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ബർദോളി സത്യാഗ്രഹം. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 1, 2. 1, 2. ആനി ബെസന്റ്, ബാലഗംഗാധര തിലക്. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ മിന്റോ മോർലി പരിഷ്കാരങ്ങൾ. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 1948 ജനുവരി 30. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി പയ്യന്നൂർ. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാട്. ചുവടെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 1, 3. ശരിയായ ജോഡി. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13 നടന്ന സംഭവം. കല്ലുമല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ അയ്യങ്കാളി. സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ. താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണനാക്രമത്തിലുള്ളത് കണ്ടെത്തുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 1946. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ക്ഷേത്രപ്രവേശന വിളംബരം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി നെയ്യാറ്റിൻകര. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. 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 കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം.
റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്ര? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 580 കിലോമീറ്റർ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 2ഉം 3ഉം. പാമ്പാർ, ഭവാനി. ആദ്യത്തെ റെയിൽവേ പാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 1861 മാർച്ച് 12. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ പേരമ്പാടി ചുരം. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഭാരതപ്പുഴ. യവനപ്രിയ എന്ന് അറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കുരുമുളക്. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥം. PR ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഹോക്കി. വാരിയലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 24. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ആര്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ റെനെ ലെനക്. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആശ്വാസകിരൺ. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സ്കർവി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗമേത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി കോളറ. ആഗോളതാപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകമാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ നൈട്രജൻ. കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കരയിനമാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി വെണ്ട. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കോഴിക്കോട്. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി അനിൽ അഗർവാൾ. സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി. ഇരുമ്പിന്റെ ധാതു അല്ലാത്തതേത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ബോക്സൈറ്റ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 1, 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ബിത്തിയോണൽ ആന്റിസെപ്റ്റിക് ആണ്. ഫീനോൾ ഡിസിൻഫെക്റ്റന്റ് ആണ്. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്ര? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 2n². ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്തതേത്? ഏതെല്ലാമാണ് ശരിയല്ലാത്തത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 2, 4 പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവനകളാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലീവ് ആണെന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്.
ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. 1 ഉം 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ. ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്ര? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി -3. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ന്യൂട്ടൺ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സൂര്യൻ. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ വികിരണം. താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത്. പ്രകാശം കടന്നുപോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഒരു ഗ്ലാസ് ഷീറ്റ്, 2 കോൺവെക്സ് ലെൻസ്, 3 കോൺകേവ് ലെൻസ്. നമ്മൾ ഈ ഒരു ക്ലാസ്സിലെ 80 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ 2022 നടന്ന 10th പ്രിലിമിനറിയുടെ ക്വസ്റ്റ്യൻസ് 6 സെറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.